ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അലോവേരയുടെ പുതിയൊരു ജ്യൂസുമായിട്ടാണ്. കറ്റാർ വാഴയുടെ ജ്യൂസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എൻ്റെ വീട്ടിലെ കറ്റാർ വാഴ ഉപയോഗിച്ച് ഞാൻ വളർത്തുന്നതാണ് ഈ കറ്റാർ വാഴ. കറ്റാർ വാഴയുടെ 2 ലീഫ് ഞാൻ ഇതിമന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് മിൻറ്റിൻ്റെ ഇലയാണ്, അതായത് പുതിനയുടെ ഇല. ഒരുപാട് സസ്യ തൈകളുണ്ട് നമ്മുടെ വീട്ടിൽ, മാങ്ങ ഉൾപ്പെടെ ഒരുപാട് തൈകളുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറുനാരങ്ങയാണ്. ഇത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന തൈ തന്നെയാണ് ചെറുനാരങ്ങ. വലിയ തൈയായിരുന്നു, ഇപ്പോൾ ഒരുപാട് കട്ട് ചെയ്തു ചെറുതായി. അങ്ങനെ അതിമന്ന് 2 ചെറുനാരങ്ങ ഞാൻ പറിച്ചെടുത്തു. ആദ്യമായി ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്ത് വെച്ച 2 ലീഫാണ് ഇത് അലോവേരയുടെ. ഇതിൻ്റെ കറ നിർബന്ധമായും കളഞ്ഞിരിക്കണം കേട്ടോ, കാരണം ഇത് ചൊറിച്ചിലും അലർജിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. ഇതിൻ്റെ കറ നിർബന്ധമായും അതൊരു കുത്തിനെ വെച്ചിട്ട് വേണം കളയാൻ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഇഞ്ചി വേണം കേട്ടോ, ഒരു ഇഞ്ചിൻ്റെ കഷ്ണം വേണ്ടി വരും, എന്നാലത് ടേസ്റ്റിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അലോവേര ലീഫിൻ്റെ 2 ഭാഗവും മുള്ള് ഒഴിവാക്കിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത്, എൻ്റെ അടുത്തുള്ളത് വലിയ ലീഫായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തോല് വലിച്ചൂരിയത്. ചെറിയ ലീഫായിട്ടുണ്ടെങ്കിൽ ചിലപ്പം കിട്ടിക്കോളണമെന്നില്ല. സ്പൂൺ കൊണ്ട് തന്നെ അല്ല കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. എന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അത് വെള്ളം നിറച്ച പാത്രമാണ്, അത് കഴുകാനാണ്. അതുപോലെ മറ്റുള്ള എല്ലാ പീസുകളും അതുപോലെ ചെയ്തു. എന്നതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ജാറിലേക്ക് മാറ്റുക. പിന്നെ അതുപോലെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ കുരെല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ വേണ്ടത് പുതിനയുടെ ഇല, ഇഞ്ചി കഷ്ണം, ആവശ്യത്തിന് ഷുഗറും. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ അതിലും കൂടുതലും കുറച്ചും ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കറക്കി കൊടുത്ത് അപ്പോഴേക്കും ജ്യൂസ് റെഡി ആയിക്കും. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി അതൊന്ന് നോക്കാം. ഇങ്ങനെയാണ് അലോവേര ജ്യൂസ് ഉണ്ടാക്കുന്ന വിധം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക.